أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമേ എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ ഭക്തന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊരു പൊതു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മിൽ ചിലരെങ്കിലും കരുതുന്നുണ്ടാവും, ഏതാണ് ആ പുതുവർഷം എന്നത്? നമ്മുടേതായ ഒരു വർഷത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയും മറ്റുള്ളവരുടേത് നമ്മൾ കടം കൊള്ളുകയും ആ വർഷ കലണ്ടറാണ് ശരി എന്ന് നമ്മൾ ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലഗണന എന്ന് പറയുന്നത് അതത്ര ഗൗരവമുള്ള സംഗതിയാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും കാലഗണന അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. വർഷം കണക്കാക്കാൻ ഏത് നാൾ നമ്മൾ ഉപയോഗിക്കണം എന്നത് ദീനിൻ്റെ ഒരു നിലപാടാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. അല്ലാഹു തആല പറയുന്നു, മാസങ്ങൾ കണക്കാക്കേണ്ടുന്നത് 12 എന്ന നിലയിലായിരിക്കണം. അഥവാ 12 മാസമായിരിക്കണം ഒരു വർഷം. ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതങ്ങനെ ആയിരിക്കണമെന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്. കാലഗണനയിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഒരാളിൻ്റെ കുഫറിൻ്റെ അടയാളം എന്നല്ല അള്ളാഹു പറഞ്ഞത്, സിയാദത്തും ഫിൽ കുഫ്. ഒരാളുടെ കുഫറിൻ്റെ ആധിക്യത്തിൻ്റെ അടയാളമാണ് കാലഗണനയിൽ മാറ്റം വരുത്തുക എന്നത്. യുളല്ലു ബിഹില്ലദീന കഫറു. സത്യനിഷേധികൾ അതിലൂടെ വഴികെടുത്തപ്പെടുന്നു എന്നും അല്ലാഹു തആല പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമസ്കാരത്തിൻ്റെ റക്അത്തുകൾ വിശദീകരിക്കാത്ത, സകാത്ത് കൊടുക്കേണ്ടതിൻ്റെ അളവുകൾ പറഞ്ഞിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കലണ്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത് എത്ര ഗൗരവത്തിലാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. യസ്അലൂനക അനിൽ അഹില്ല. പ്രവാചകരെ, അവർ താങ്കളോട് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഹിയ മവാഖീതു ലിന്നാസ്. ജനങ്ങൾക്ക് സമയം നിർണയിക്കാനുള്ള സംവിധാനമാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ എന്നവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനീ വിഷയമാണ് കാലഘടന അറിയിക്കുന്ന കലണ്ടർ സംവിധാനം എന്നത്. മുസ്ലിം ഉമ്മത്തിന് ഇപ്പോഴും അത് തിരിഞ്ഞിട്ടുണ്ടോ, അവർ ആ ബോധോദയത്തിൽ എത്തിയിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കലണ്ടറിനെ കുറിച്ച്
ഒരുപാട് നമ്മൾ അറിയാനുണ്ട്. ഹിജ്റ വർഷത്തിൻ്റെ പിറവി യഥാർത്ഥത്തിൽ ആ കാലഗണനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം നമ്മൾ 1446 നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു പുനരാലോചനയാണ് ഓരോ ഹിജ്റ വർഷവും നമ്മോട് പറയുന്ന വളരെ സുപ്രധാനമായ കാര്യം. നമ്മുടെ കാലഗണനയുടെ മാനദണ്ഡമായി ഹിജ്റ സ്വീകരിച്ചത് ഒരു യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല. ഏതോ ഒരു ഖലീഫയ്ക്ക് വളരെ പെട്ടെന്ന് തോന്നി ഹിജ്റ നമ്മുടെ കലണ്ടറിൻ്റെ അടിസ്ഥാനമാവണം എന്ന് കരുതി തീരുമാനിക്കപ്പെട്ടതല്ല. മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ശ്രേഷ്ഠമായ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ കൂടിയിരുന്ന് ആലോചിച്ച് ഐക്യകണ്ഠേന അവർ ഇജ്മാഅോടുകൂടി തീരുമാനിച്ചതാണ് ഹിജ്റ എന്ന് പറയുന്ന നമ്മുടെ കാലഗണനയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഗവർണറായിരുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിലെ സുപ്രധാനമായ വിഷയം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തീയതി രേഖപ്പെടുത്താതെ ധാരാളം എഴുത്തുകൾ ഖലീഫയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇവയിൽ ഏതാണ് ആദ്യം വന്നത്, ഏതാണ് അതിനെ തുടർന്ന് വന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കലണ്ടർ വേണം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ട കത്തിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം ഈ കാലഗണനയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം തൻ്റെ കൂടിയാലോചന സമിതിയെ വിളിച്ച് അവരോട് പറഞ്ഞു, നമുക്ക് നമ്മുടേതായി ഒരു കാലഗണന ആവശ്യമായിട്ടുണ്ട്. എന്താണ് അതിന് പറ്റിയ നാൾ? സഹാബാക്കളിൽ പരസ്പരം ആളുകൾ അഭിപ്രായം പറയാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, നമുക്ക് പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ആ വർഷത്തെ നമുക്ക് കാലഗണനയുടെ പ്രാഥമികമായ മാസമായി പരിഗണിക്കാം. പക്ഷേ അനേകം സഹാബികൾ അതിനെ എതിർത്തു. അവർ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ജനനവും ഒരു വ്യക്തിയുടെ മരണവും ഒരു ഉമ്മത്തിൻ്റെ ആഘോഷമാവാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ജനനവും ഒരു മരണവും ഉമ്മത്തിൻ്റെ കലണ്ടറിൻ്റെ കാലഗണനയുടെ മാനദണ്ഡമാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞത്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറൽ മസീഹ ഈസബിന് മറിയം, ഈസബിന് മറിയമിനെ ക്രൈസ്തവർ പുകഴ്ത്തിയതുപോലെ എന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഈ ഉമ്മത്തിൻ്റെ നേരം കെടുത്തരുത്, അവരുടെ കാലഗണനയിൽ പോലും അത് ചേർത്ത് വയ്ക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചില സഹാബാക്കൾ അഭിപ്രായ രൂപേണ അവർ പ്രസ്താവനകൾ നടത്തി. മറിച്ച് ഞാൻ വലാകിൻ ഖൂലു അബ്ദുല്ലാഹി വ റസൂലു, നിങ്ങൾ എന്നെക്കുറിച്ച് പറയേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ് എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ട് പ്രവാചക ജന്മദിനം ഒരു കാലഗണനയുടെ പരിഗണനയാവാൻ പാടില്ല. അപ്പം രണ്ടാമത്തെ ഒരു വിഭാഗം അവർ അഭിപ്രായം പറഞ്ഞു, എന്നാൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഒരു കാലഗണനയായി സ്വീകരിക്കാം. അപ്പോഴും എതിർക്കാൻ സഹാബാക്കളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, പ്രവാചകന്റെ വിയോഗമെന്ന ആ വലിയ ഒരു ദുരന്തം, അത് ഒരു വിയോഗത്തിൻ്റെ നഷ്ടബോധത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന നാളാണ്. ഹബീബായ പ്രവാചകൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു എന്ന് പറയുന്നത് നമ്മളിൽ ഒരു ദുഃഖമുള്ള ഓർമ്മയാണ്. മുസ്ലിം ഉമ്മത്ത് ഒരു തീരാ ദുഃഖത്തിൽ തുടങ്ങുകയും ഒടുങ്ങുകയും ജീവിക്കുകയും ചെയ്യേണ്ടുന്ന സമുദായമല്ല. അതുകൊണ്ട് അതും കാലഗണനയുടെ മാനദണ്ഡമായി പരിഗണിക്കാൻ നിവൃത്തിയില്ല എന്ന് സഹാബാക്കൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ആ സദസ്സിൽ നിന്നും മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, ഞാനൊരു അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള ഹിജ്റ നമ്മുടെ കാലഗണനയുടെ മാനദണ്ഡമായി വരണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റെന്ന് പറഞ്ഞു, അലി പറഞ്ഞത് അഭിപ്രായമാണ്. അൽ ഹിജ്റത്തു ഫറഖത്ത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ,
സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് നടന്ന ഈ ദിവസത്തെ പോലെ മറ്റൊരു ദിവസവും നമ്മുടെ കാലഗണനയുടെ പരിഗണനയാക്കി മാറ്റാൻ മറ്റൊരു ദിവസവും അനുയോജ്യമല്ല. അലിയുടെ അഭിപ്രായത്തെ ഞാൻ ശരിവെക്കുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് അത് സഹാബാക്കൾ ഒന്നടങ്കം അതിനെ ഏകകണ്ഠമായി അവർ തിരഞ്ഞെടുക്കുകയാണ്. സഹാബികൾക്ക് കാര്യം ബോധ്യമായപ്പോൾ ഐക്യകണ്ഠേന അത് ഹിജറ ഇസ്ലാമിക കാലഗണനയുടെ പരിഗണനയിൽ പെട്ടു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ രണ്ടാമതൊരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ടായി. ഏത് മാസമായിരിക്കണം ആദ്യത്തേതായി പരിഗണിക്കേണ്ടുന്നത് എന്ന ഒരു ചർച്ച സ്വാഭാവികമായി സഹാബാക്കൾക്കിടയിലുണ്ടായി. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമുക്ക് മുഹറത്തെ ഒന്നാമത്തെ മാസമായി പരിഗണിക്കാം. കാരണം ഹജ്ജിൻ്റെ തിരക്കുകളിൽ നിന്ന് ആളുകൾ മുക്തരാവുകയും ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മാസം എന്ന ഒരു പരിഗണന വെച്ചുകൊണ്ട് നമുക്ക് അത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹു അവൻ്റെ പേരിന് ചേർത്ത് പറഞ്ഞ ഒരേ ഒരു മാസം എന്ന നിലയിൽ നമുക്ക് പവിത്രമായ മുഹറം മാസത്തെ കാലഗണനയുടെ ആദ്യ മാസമായി നമുക്ക് പരിഗണിക്കാം. ആളുകൾ പറഞ്ഞു, ശരിയാണ്, ഹജ്ജ് നാളുകളിൽ മക്കയിലും മദീനയിലും വലിയ തിരക്കുകളുണ്ടാവും, ആളുകളുടെ ബന്ധങ്ങളിൽ വ്യാപാരങ്ങളിൽ വലിയ തിരക്ക് പിടിച്ച നെട്ടോട്ടമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹജ്ജ് കഴിഞ്ഞുള്ള ഒന്നാമത്തെ മാസത്തെ നമുക്ക് കാലഗണനയുടെ പ്രാഥമിക മാസമായി പരിഗണിക്കാം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരൊറ്റ അഭിപ്രായത്തെ സഹാബാക്കൾ ഒന്നടങ്കം അവർ അതിനെ പിന്താങ്ങുകയും അത് മുഹറം ഒന്നാമത്തെ മാസമായി നിശ്ചയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി തീരുന്നത് അത്രമേൽ അഭിപ്രായാന്തരങ്ങൾക്കിടയിൽ നിന്ന് സഹാബാക്കൾ ഏകകണ്ഠമായി വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയതിന് ശേഷം സഹാബാക്കൾ വളരെ കൃത്യമായി അവർ പരിശോധിച്ചെടുത്ത ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു കാലഗണന. അതത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ചരിത്ര സന്ദർഭം ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണും കാതും തുറന്നിരിക്കേണ്ടുന്ന, അവരുടെ മനസ്സകങ്ങളിൽ നിരന്തരമായി ഉണ്ടാവേണ്ടുന്ന ഒരുപിടി സംഭവങ്ങൾ മുഹറം മാസത്തിന് പറയാനുണ്ട് എന്നതുകൂടി ഈ മുഹറമിൻ്റെ അതിൻ്റെ പരിഗണന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശേഷിപ്പിച്ചത് അതിലൊന്നാമത്തെ സംഭവം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനും തമ്മിലുള്ള സംഘർഷത്തിനൊടുവിൽ ചെങ്കടലിൻ്റെ മധ്യത്തിൽ ഫിർഔൻ മുങ്ങിച്ചത്ത ദിവസമാണ്. അത് ആ വലിയ സ്വേച്ഛാധിപതി കൂമ്പടിഞ്ഞു പോയ ദിവസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. മുഹറം ആ നിലയിൽ ഒരു വിമോചനത്തിൻ്റെ കൂടി പിറവിയാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒന്നാണ്. ഫിറഔൻ തൻ്റെ മുഴുവൻ അധികാരങ്ങളോടും കൂടി ഇസ്രായേൽ മക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ചില സാധ്യതകളായിരുന്നു. ചരിത്രത്തിൽ കാണാം, 3 സാധ്യതകൾ ബനു ഇസ്രായേലുകളുടെ മുമ്പിൽ ഫിറഔൻ എന്ന സ്വേച്ഛാധിപതിയുടെ കീഴിൽ 3 സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു. ഒന്നുകിൽ ഫിറഔനെ പോലെ അവിടുത്തെ മേലാളവർഗം പറയുന്ന, കോപ്റ്റിക്കുകൾ പറയുന്ന, അവിടുത്തെ സവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് കീഴൊതുങ്ങി അവർ മുട്ടിലിഴയാൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ്, അവർ ജയശ്രീരാം വിളിക്കാൻ പറഞ്ഞാൽ അതും വിളിച്ച് അങ്ങനെ ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം, കോപ്റ്റിക്കുകൾക്ക് കീഴൊതുങ്ങി ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിനുണ്ടായിരുന്നു. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൻ്റെ, സവിശേഷമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നിലും ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനുണ്ട്. അതുകൊണ്ടാണല്ലോ ആളുകൾ പേരുകൾ മാറ്റുകയും അങ്ങനെ പേരുകൾ മാറ്റി തങ്ങളുടെ സംഘടനയിൽ നിന്ന് മറ്റ് സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു പോവുകയും ഒക്കെ ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുമുണ്ട്. അവർക്ക് അവരുടെ തിട്ടൂരങ്ങ് കീഴ്പ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുക. രണ്ടാമത് അവർക്കുണ്ടായിരുന്ന ഒരു വഴി, തങ്ങളുടെ ഈ തീരാ ദുരിതത്തിൽ പഴിച്ച് ഫിറഔനിൻ്റെ പീഡനത്തിൽ മടുത്ത് ഫിറഔൻ ഒടുങ്ങിയതുപോലെ ചെങ്കടലിൽ ഒടുങ്ങുക എന്നതായിരുന്നു അവരുടെ മുമ്പിലെ രണ്ടാമത്തെ ആത്മഹത്യാപരമായിട്ടുള്ള രണ്ടാമത്തെ നിലപാട്.
ഫിറഔനിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ കീഴിൽ അവരുടെ മൂന്നാമത്തെ ഓപ്ഷൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്ത മനോഹരമായ ഓപ്ഷൻ. അതിൻ്റെ അനുരണനങ്ങളാണ് ഒരുപക്ഷെ ഈജിപ്ഷ്യൻ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് യോഗത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വളരെ സവിസ്തരം വിശുദ്ധ ഖുർആനിലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തെ സ്പർശിക്കുന്ന ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സ്വേച്ഛാധിപതികളുടെ മുമ്പിൽ, കോർപ്പറേറ്റുകളുടെ നടുവിൽ, സവർണ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ അദ്ദേഹം കൈചൂണ്ടി സംസാരിച്ചത്. നമുക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കുന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നതിന് പകരം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത എംപിമാർ എന്ന് സംസാരിക്കും എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്ത മൂന്നാമത്തെ നിലപാട് പറയേണ്ടതുപോലെ പറയുക എന്നതായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനമായി അദ്ദേഹം തിരഞ്ഞെടുത്ത ഓപ്ഷൻ. ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറഞ്ഞ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ വളരെ ധീരമായി ഇടപെട്ടുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിനെ പിളർക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ നിലനിൽപ്പിന് ഈ ചെങ്കടൽ ഭേദിച്ചു കൊണ്ടാണെങ്കിൽ പോലും, അത് പിളർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഞാൻ മുമ്പോട്ട് പോകുമെന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിലപാടിനെയാണ് സമകാലിക ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആയത്തുദ്ധരിച്ചുകൊണ്ട് സൂചിപ്പിച്ചത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചരിത്ര പശ്ചാത്തലം അത് ഈജിപ്റ്റാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടാകുന്ന കാലത്തോളം അവനെനിക്ക് വഴി കാണിച്ചു തരും. റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ട ഉത്തരവാദിത്വം ഉമ്മത്തിനാണുള്ളത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ സ്വേച്ഛാധിപതിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് മുമ്പിൽ ചെങ്കടൽ പിളർന്നു വരുന്നത്. ഇതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന നാളുകളാണ് മുഹറം എന്ന സവിശേഷതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഹറം മാസത്തിനുള്ളത്. ഇതാണ് മുഹറമിലെ ഒന്നാമത്തെ ഓർമ്മ. വിമോചനത്തിൻ്റെ ഓർമ്മയാണ് മുഹറമിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഓർമ്മ. ഹിജറ പുതുവർഷത്തിലെ രണ്ടാമത്തെ സ്മരണ എന്ന് പറയുന്നത് അത് ഹിജറയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഹിജറ നടന്നത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ അത് റബീഉൽ അവ്വലിലാണ്. പക്ഷെ അതേസമയം കാലഗണനയുടെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഹിജറയായി എന്നതുകൊണ്ടാണ് മുഹറത്തിൻ്റെ ആദ്യ നാളുകളിൽ മുസ്ലിം ലോകം, ഒരുപക്ഷെ ഇന്ന് വെള്ളിയാഴ്ച മെമ്പറുകളൊക്കെയും ഹിജറയെക്കുറിച്ചും മുഹറമിനെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിജറ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയൊരു പദം കൂടിയാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ പഠിക്കുന്നിടത്ത്, നമ്മൾ വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഹിജറയെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റിദ്ധാരണ മുസ്ലിം ഉമ്മത്ത് ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. എന്താണ് ഹിജറ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതൊരു പലായനമായിരുന്നു എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ അതിൻ്റെ പദാനുപദാർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ വിവർത്തനം ചെയ്യാറുണ്ട്. നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു സമൂഹം ആ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടി സ്വന്തം നാടും സ്വരൂപിച്ചു കൂട്ടിയ സകലതും ഒഴിവാക്കിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറിപ്പാർത്തതാണ് ഹിജറ എന്നാണ് നമ്മൾ മദ്രസക്കാലം മുതലേ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇതേ അർത്ഥത്തിലാണ് അതിന് പലായനം എന്ന് നമ്മൾ പേര് പറയുന്നത്. മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് പലായനങ്ങൾ മനുഷ്യചരിത്രം കണ്ടിട്ടുണ്ട്. ഒരുപാട് ദേശാന്തര യാത്രകൾ അതിനെക്കുറിച്ച് മനുഷ്യർക്ക് അറിവുണ്ട്. ഇന്നും എത്രയോ ദേശാന്തര യാത്രകൾ ഇങ്ങനെ സഞ്ചരിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ആളുകൾ സ്വന്തം നാടും വീടും വിട്ട് കയറിക്കിടക്കാൻ ഒരിടം തേടി നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീനുകളെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം. ആ ഒരു ചെറിയ വൃത്തത്തിൽ പോലും അവർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യാത്രയായിരുന്നു ഹിജറ. ഹിജറയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു പലായനമായിരുന്നില്ല. ഹിജറയെ പലായനം എന്ന് വിവർത്തനം ചെയ്തതുപോലും അത് ആ ഭാഷയോട് കാണിച്ച അശ്ലീലമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തായിരുന്നു ഹിജറ?
തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന് തങ്ങളുടെ ജീവനെ ഭയന്ന് സ്വത്തുവകകളെ എടുത്ത് ഒരു സംഘം ഓടിപ്പോയി അങ്ങനെ രക്ഷ പ്രാപിച്ചതിൻ്റെ പേരല്ല ഹിജ്റ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഹിജ്റ എന്നും എന്താണ് മുഹാജിർ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാ, അള്ളാഹുവിന് വേണ്ടാത്തത് എനിക്കും വേണ്ട എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുന്ന ധീരമായ തീരുമാനത്തിനാണ് മുഹാജിർ എന്ന് പറയുന്നത് എന്നും ഹിജ്റ എന്ന് പറയുന്നത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു വിലക്കിയതിനെ എനിക്ക് വേണ്ടതില്ല, റബ്ബ് നിരോധിച്ചതിനെ എനിക്ക് വേണ്ടതില്ല എന്നൊരാൾ ദൃഢനിശ്ചയമെടുക്കലാണ് ഹിജ്റ. അത് ജീവനിൽ കൊതി തോന്നിയിട്ടുള്ള ഓട്ടമല്ല, സമ്പത്ത് അത് സംരക്ഷിക്കാനുള്ള ഓട്ടമല്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയെക്കുറിച്ച് പറഞ്ഞു വെച്ചതാണ്. ഹിജ്റ വേളയിൽ ആളുകൾ അവർ പരിത്യാഗം ചെയ്ത് അവർ യാത്ര ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, അതിലേക്കുള്ള ചൂണ്ടുപലകയാണ്. റസൂൽ പറഞ്ഞത്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. റസൂൽ തിരുമേനി പറഞ്ഞത്, ഈ ഹിജ്റയിൽ അതിൻ്റെ യാത്ര, ഈ ഹിജ്റ അത് സംശുദ്ധമാണെങ്കിൽ, സംശുദ്ധമായ മനസ്സോടുകൂടിയാണെങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ്. ഭൗതികമായ എന്തെങ്കിലും ത്വര നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഭൗതികമായ മോഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മോഹിച്ചത് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ആ ഹിജ്റ അത് ഒരു പലായനം മാത്രമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 3 വർഷം മാത്രമേ അവിടുന്ന് രഹസ്യപ്രബോധനം നടത്തിയുള്ളൂ. ബാക്കി 10 വർഷം അവിടുന്ന് പരസ്യമായിട്ടാണ് ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മുതലാണോ പരസ്യമായി ജനങ്ങളോട് ഈ ആദർശ പ്രബോധനം നടത്തിയത്, അന്ന് മുതൽ മക്കയുടെ ആളുകൾ പീഡനം ആരംഭിച്ചിരുന്നു. ഏറ്റവും കൊടിയ പീഡനമുണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ദഅവത്തിൻ്റെ 5, 6, 7 വർഷങ്ങളായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ ക്രൂരമായി അവരെ പീഡനത്തിനിരയാക്കി രക്തസാക്ഷിത്വം വരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. യാസർ റളിയല്ലാഹു തന്നെ കൊലപ്പെടുത്തിയത് ആ പശ്ചാത്തലത്തിലാണ്. പവിത്രമായ കഅബാലയത്തിൽ വെച്ചാണ് ഹാരിസ് ബിൻ അബീ ഹാലയുടെ കഴുത്തറുത്തിട്ട് ആളുകൾ തവാഫ് ചെയ്യുന്ന മത്താഫിൽ കൊണ്ടിട്ടത്. അപ്പോൾ ഇത്രയും നിഷ്ഠൂരമായ പീഡനം നൽകുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സഹാബത്തിന് നിർദ്ദേശിച്ച ഒരു ഓപ്ഷനായിരുന്നില്ല യഥാർത്ഥത്തിൽ ഹിജ്റ. നമ്മൾ പഠിച്ച ഒരു പാഠമുണ്ട്. ഒന്നാമത്തെ ഹിജ്റ അബ്സീനയിലേക്കായിരുന്നു എന്ന ഒരു ഹിജ്റയുടെ പാഠം നമ്മൾ മദ്രസക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. ആരാണ് അബസീനയിലെ മുഹാജിറുകൾ? വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠം അബസീനിയയിലേക്കുള്ള ഹിജ്റയിലെ ആളുകളിൽ നമുക്കുണ്ട്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഹിജ്റയെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഹിജ്റയ്ക്ക് പറഞ്ഞയക്കേണ്ടുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. ആദ്യം ഹിജ്റയ്ക്ക് പറഞ്ഞയക്കേണ്ടുന്നത് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. ആദ്യം അവിടുന്ന് ഹിജ്റയ്ക്ക് പറഞ്ഞയക്കേണ്ടുന്നത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെയും അതേപോലെ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെയും ഹാരിസ് ബിൻ അബീ ഹാലയുമായിരുന്നു. അവർ ആരും തന്നെ ആദ്യത്തെ ഹിജ്റയിൽ ആ യാത്രയിലുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്ത് മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരാളെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ പുറത്തേക്ക് അവിടുന്ന് പോകാൻ അനുവാദം കൊടുത്തില്ല. ഇത് ചരിത്രത്തിൻ്റെ പാഠമാണ്. ഒന്നാമത്തെ ഹിജ്റയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ കഴിയും. റസൂൽ തീരുമാനിച്ചത് ആരെയെന്നറിയുമോ? മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു. ആ കുടുംബത്തിൽ നിന്ന് ആളുകളോട് കാര്യം പറഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശേഷിയുള്ള മനുഷ്യരെ, രാഷ്ട്രീയമായ ബുദ്ധിയുള്ള ചില ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തു. രാഷ്ട്രീയമായ പക്വതയുള്ള ആളുകളെ പുണ്യ റസൂൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് ആരൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടിയത് എന്ന് കാണാം. ഹാഷിം കുടുംബത്തിൽ നിന്ന് ജാഫർ ബിൻ അബി ത്വാലിബ്, അബ്ദു ഷംസിൽ നിന്ന് അബൂ ഹുദൈഫത്തുൽ യമാനി,
ബനു ഉമയ്യയിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ബനു അസദ് ഗോത്രത്തിൽ നിന്ന് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ബനു അബ്ദിദ്ദാരിൽ നിന്ന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഈ പേരുകൾ കേൾക്കുമ്പോൾ അവരുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളത് പരിശോധിക്കണം. ബനു സഹറയിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നരായ, രാഷ്ട്രീയമായി കുശാഗ്രബുദ്ധിയുള്ള, നല്ല വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയാന്തരീയമായ വിഷയങ്ങളിൽ സംസാരിക്കാൻ പക്വതയുള്ള ആളുകളെ പുണ്യ റസൂൽ തിരഞ്ഞെടുക്കുകയാണ്. ഇവരെയാണ് അബസീനിയയിലേക്കുള്ള ഹിജ്റയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് എന്ന് മാത്രം പരിശോധിച്ചാൽ, ഹിജ്റ എന്ന് പറയുന്നത് കേവലം ഒരു പലായനമോ കേവലം ഒരു രക്ഷ തേടലോ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്കുള്ള കുടിയേറിപ്പാർപ്പോ ആയിരുന്നില്ല എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാവും. റസൂലിന് ഒരു തീരുമാനമുണ്ടായിരുന്നു. ബിലാൽ ബിൻ റബാഹിനെയോ അമ്മാറിനെയോ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതില്ല. അവർ പീഡനങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോടേണ്ടവരല്ല, മറിച്ച് ഈ ഇസ്ലാമിനെ പറിച്ചു നടാൻ പറ്റുന്ന ഒരു ഭൂമി ഉണ്ടാവണം. അത്തരം ഭൂമി തേടിയിട്ടുള്ള ഏറ്റവും സർഗാത്മകമായ അന്വേഷണമായിരുന്നു പുണ്യ റസൂലിൻ്റെ ആ വിചക്ഷണന്മാരായിട്ടുള്ള ആളുകളെയുള്ള പ്രവാചകൻ്റെ കണ്ടെത്തൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ സ്വത്തും ജീവനും അപകടപ്പെടുമ്പോൾ നിങ്ങൾ ഒളിച്ചോടിപ്പോകൂ എന്ന് പറയലാണോ ഒരു പക്വതയുള്ള ഒരു മതത്തിൻ്റെ നിലപാട്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല വന്നിട്ട് പുണ്യ റസൂലിൻ്റെ സദസ്സിൽ വന്നിട്ട് തൻ്റെ കരിമ്പടം, പുതച്ചിരുന്ന കരിമ്പടം എടുത്ത് മാറ്റിയിട്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ പുറം നോക്കൂ നബിയെ, അത് വല്ലാതെ ഗുഹ പോലെയായിരിക്കുന്ന റസൂലെ, അവിടെ നിന്ന് ചലമൊലിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ചോര പൊട്ടി ഒഴുകുന്നുണ്ട്. അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ റബ്ബിനോടൊന്ന് അപേക്ഷിച്ചുകൂടെ എന്ന് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുള്ള, നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ആ ഹിജ്റയായിരുന്നുവെങ്കിൽ റസൂലിന് പറയാമായിരുന്നു, ഖബ്ബാബ് എത്രയും വേഗം നീ ഇവിടുന്ന് രക്ഷപ്പെടണം, നിൻ്റെ ശരീരം, നിൻ്റെ സ്വത്ത് നീ രക്ഷപ്പെടുത്തേണ്ട ഏറ്റവും പറ്റിയ സമയമാണിത് എന്നൊരു പക്ഷേ റസൂലിന് പറയാമായിരുന്നു. കാരുണ്യത്തിൻ്റെ പ്രവാചകനായ റസൂൽ, ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത പുണ്യ റസൂൽ, പക്ഷിക്കുഞ്ഞുങ്ങളെ തൻ്റെ മാതാവിൻ്റെ മാർബിടങ്ങളിൽ നിന്ന് വേർപെടുത്തിയതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഹാബാക്കൾ പരാതി പറയുമ്പോൾ അതിൽ ഇടപെടുന്ന റസൂൽ ഖബ്ബാബിൻ്റെ മുറിവുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞത്, അവിടെ നിൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് പോലും പ്രവാചകൻ്റെ കണ്ണീർ തൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴാതെ പുണ്യ റസൂൽ പറഞ്ഞത്, ഖദ് കാന ഖബ്ലകും യുഅ്താ ബിറജുലിൻ ഫയുഹ്ഫറു ലഹു ഹുഫ്റതൻ ഫയുജ്അലു ഫീഹാ സുമ്മ യുഅ്തി സുമ്മ യുഅ്താ ബിഹാ മിൻഷാറുൻ. ഇതല്ല നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ആ സമൂഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരുടെ മുമ്പിൽ, ഖബ്ബാബിൻ്റെ മുമ്പിൽ പറയുന്നത്, ഒരു മനുഷ്യനെ കുഴി കുടിച്ച് ആ കുഴിയിൽ നിർത്തി ഈർച്ചവാളുകൾ കൊണ്ട് അയാളുടെ ശരീരം മുഴുവൻ നെടുക കീറിയിരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ അല്പം ക്ഷമ കാണിക്കണം. അതുകൊണ്ട് ഇതൊന്നും ഒരു പുത്തരിയല്ല, വലാകിന്നകും തസ്താജിലൂൻ, എന്തോ ഒരു ധൃതി നിനക്കുണ്ട് ഖബ്ബാബെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബ്ബാബിനോട് പറയുന്നുണ്ട്. നിങ്ങൾ ഹിജ്റ പോകൂ എന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധപൂർവമായി ആസൂത്രണത്തോടുകൂടി അവിടുന്ന് നിർവഹിച്ച ഒരു ഹിജ്റക്കാലത്തിൻ്റെ ഓർമ്മ കൂടി ഈ പുതുവർഷത്തിൻ്റെ ദിനങ്ങളിൽ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ഒളിച്ചോടരുത് എന്നതാണ് ദീനിൻ്റെ പാഠം. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഹിജ്റയിൽ ഈ പാവപ്പെട്ട അടിമകൾ ഉണ്ടാവാതെ പോയത് എന്ന പാഠം നമ്മൾ ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തെ ഹിജ്റയുടെ കാരണം പീഡനമായിരുന്നുവെങ്കിൽ അത് പ്രവാചകരുടെ പ്രബോധനത്തിൻ്റെ 6, 7, 8 വർഷങ്ങളിൽ നടക്കേണ്ടിയിരുന്നു. അന്നത് നടന്നിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എപ്പോഴാണ് ഹിജ്റ ഉണ്ടായത്? എന്തിനാണ് ഹിജ്റ ഉണ്ടാവേണ്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വളർത്തുന്നത് 3 ഘട്ടത്തിലൂടെയാണ്.
ഇസ്ലാം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത് ബിനാ ഉൽ ഇൻസാൻ അസ്സാലിഹ്, ഒരു നല്ല മനുഷ്യനെ നിർമ്മിച്ചെടുക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള, അതിൻ്റെ മനുഷ്യരെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 13 വർഷത്തെ മക്ക ജീവിതം നല്ല കരുത്തുള്ള മനുഷ്യരെ ഉണ്ടാക്കാനുള്ള പണിയായിരുന്നു. നല്ല മനുഷ്യർ, നല്ല കുടുംബം, നല്ല സമൂഹം, ഇതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തിൻ്റെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അജണ്ടയിൽ അവിടുന്ന് വിജയിക്കുന്നു. നബി പറഞ്ഞാൽ പറഞ്ഞയിടത്ത് വരുന്ന ഈ സമുദ്രം, അതിൻ്റെ തിരകളെ ചവിട്ടിക്കൊണ്ട് മുന്നേറാൻ പറഞ്ഞാൽ, പ്രവാചകരെ താങ്കൾ എന്തു പറഞ്ഞാലും ഈ സമുദ്രത്തെ മുറിച്ചു കടക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ അതിന് താങ്കളുടെ കൂടെയുണ്ടാകും എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുക്കുകയാണ്. ത്യജിക്കാൻ പറഞ്ഞാൽ ആ ത്യജിക്കുന്നതിന് ത്യാഗസന്നദ്ധയുള്ള ഒരു തലമുറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചെടുത്തു. അതുകൊണ്ടാണ് ഹിജ്റ പോകാൻ പറഞ്ഞപ്പോൾ കൈവീശിക്കൊണ്ട് അവർ വളരെ ധൈര്യസമേതം 360 കിലോമീറ്റർ ദൂരമുള്ള ഒരു നാട്ടിലേക്ക് അവർ വളരെ വേഗത്തിൽ, ഒരു വേദനയുമില്ലാതെ അവർ പറിച്ചു നടപ്പെടുന്നത്. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കറിയാം എന്താണ് ത്യജിക്കേണ്ടത് എന്ന്, അവർക്കറിയാം എന്താണ് ഞങ്ങൾ ഒഴിവാക്കേണ്ടുന്നത് എന്ന്. റബ്ബ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ വേണ്ടാത്തതിനെ ഒഴിവാക്കാനുള്ള ധീരമായ നിലപാടിലൂടെ അവർ ഹിജ്റയ്ക്ക് പുറപ്പെടുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ്. എന്തുകൊണ്ട്? റസൂൽ അവരെ ബിനാ ഉൽ ഇൻസാൻ അസ്സാലിഹ്, ഏറ്റവും പ്രാപ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ട ഒരു സമൂഹത്തോട് അവർക്ക് ബോധ്യമുണ്ട്. തങ്ങളുടെ ജീവിതത്തിൻ്റെ പര്യന്തം എന്താണ്, തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം എന്ത് എന്നതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഇവിടെയാണ് രണ്ടാമതൊരു പ്രശ്നമുണ്ടാവുന്നത്. നാം ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിൻ്റേതല്ലാത്ത നിയമങ്ങൾ, അതിന് നിങ്ങൾ വിധേയപ്പെടരുത് എന്ന ബോധ്യമുണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങോട്ട് പറിച്ചു നടപ്പെടാനുള്ള ഒരു വ്യഗ്രത, സ്വാഭാവികമായി ഇത് മറ്റുള്ളവരിലേക്ക് അത് കൈമാറാനുള്ള വ്യഗ്രത ഈ പഠിപ്പിക്കപ്പെട്ട മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകും. ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഇടം, ഈ അഖീദ ഒരാളിൽ ഉറച്ചാൽ ഈ അഖീദ നടപ്പാക്കാൻ വരുത്തുന്ന ഒരു ഭൂമിക, അതുണ്ടാവണമെന്ന സ്വാഭാവികമായ ആഗ്രഹം, അതിൻ്റെ ഒന്നാമത്തെ അന്വേഷണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അബസീനയിലേക്കുള്ള ഹിജ്റ. രണ്ടാമത്തെ അന്വേഷണമായിരുന്നു മദീന എന്ന മിസ്അബ് ബിൻ ഉമൈറിൻ്റെയും അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെയും സുബൈർ ബിൻ അൽ അവ്വാമിൻ്റെയും ജഅഫർ ബിൻ അബി താലിബിൻ്റെയും പക്കമായ നേതൃത്വത്തിൽ പാകിപ്പെടുത്തിയെടുത്ത മദീന എന്ന് പറയുന്ന പുണ്യ റസൂലിൻ്റെ നഗരി. ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്നതിന് നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു ലോകമുണ്ടാവണം. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും മുസ്ലിമാണെന്ന് പറയും. സ്വതന്ത്രമായി ഇബാദത്തുകൾ നിർവഹിക്കാൻ പറ്റാത്ത അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ പല സന്ദർഭങ്ങളിലും, ദീൻ പ്രഘോഷിക്കാൻ പറ്റാത്ത പല സന്ദർഭങ്ങളിലും നമ്മിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇസ്ലാമിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു ഇടം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് പലപ്പോഴും. സ്വതന്ത്രമായി ജീവിക്കാൻ സാഹചര്യമുള്ളപ്പോൾ പോലും ഇസ്ലാമിക ജീവിതം അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഒരു ഭാഗികമായിട്ടെങ്കിലും നടപ്പിൽ വരുത്താനുള്ള ശ്രമം, ആ തരത്തിലുള്ള ഒരു ഹിജ്റ, അൽ ഹിജ്റത്തു മിനൽ മആസി ഇല തൗബ വ ഇലൽ ഇസ്തിഗ്ഫാർ എന്ന അർത്ഥത്തിലേക്ക് പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ദുരവസ്ഥ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം, ആ തീരുമാനത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രത്തിൻ്റെ രൂപീകരണം ഉണ്ടാവുന്നത്. നല്ല മനുഷ്യരെ സൃഷ്ടിച്ച് ബിനാ ഉദ്ദൗലത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിലേക്ക് പുണ്യ റസൂൽ പറിച്ചു നടപ്പെടുന്നത് നല്ല മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുമ്പോൾ അവിടെ 300-ൽ താഴെ ആളുകളുണ്ടായിരുന്നുള്ളൂ. കാരണം മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഔസുകാരുണ്ടായിരുന്നു, ഖസ്റജുകാരുണ്ടായിരുന്നു. റസൂൽ അവിടെ എത്തിയപ്പോൾ അവരാരും മുസ്ലിമീങ്ങളായിരുന്നില്ല. മുസ്ലിങ്ങളായിരിക്കുകയല്ല റസൂൽ അവിടെ എത്തിച്ചേരുന്നത്. പക്ഷേ
ആ രാജ്യത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞാൽ കേൾക്കുന്ന, റസൂല് പറഞ്ഞാൽ അനുസരിക്കുന്ന, ഇസ്ലാമിക അഖീദയ്ക്ക് അനുസൃതമായി ജീവിതം ക്രമപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭൂമി അവിടെ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ട് എന്ന ഉറപ്പ് റസൂലിന് കിട്ടിയത് അബസീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ച ആദ്യത്തെ ആ യാത്രാ സംഘത്തിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ കാരണമായിരുന്നു. ഹിജ്റയുടെ നാളുകളിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം, നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തെ, ജീവിത വ്യവസ്ഥിതിയെ നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള ഒരു ഭൂമി അന്വേഷണം, ആ അന്വേഷണത്തെക്കുറിച്ചുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് ഹലാലുകളിലേക്ക്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്താനുള്ള വ്യഗ്രത കൊണ്ട് അങ്ങനെ ഇസ്തിഗ്ഫാറിലൂടെ ഒരു ജീവിതശൈലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹിജ്റ എവിടെ നിന്ന് തുടങ്ങണം എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ പ്രാരംഭത്തിൽ പറഞ്ഞ ആ വർത്തമാനം, അൽ ഹിജ്റത്തു അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാ, അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് അതിനെ വെടിയാനുള്ള വ്യഗ്രതയായിരിക്കണം ഈ ഹിജ്റയുടെ പാഠത്തിൽ. ഒരു ഭൂമിക അന്വേഷിച്ച് യാത്ര പുറപ്പെടണം എന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന അനിസ്ലാമികമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലാമികമായ ഭൂമികകളിലേക്കുള്ള ഒരു ഹിജ്റയായിരിക്കണം, മാനസികാവസ്ഥയിലേക്കായിരിക്കണം നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഹിജ്റ പീഡന പർവ്വങ്ങളിൽ നിന്ന് ഉള്ള ഒളിച്ചോട്ടമായിരുന്നു എന്ന് നമ്മൾ ആ നിലയിൽ നമ്മൾ പഠിക്കരുത് എന്ന ഒരു പാഠം കൂടിയുണ്ട്. മുഹറം എന്ന പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വിമോചനത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കപ്പെടുന്ന, കാലഗണനയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വിശ്വാസികളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന, ഹിജ്റയുടെ ത്യാഗവും സമർപ്പണവും തവക്കുലും ഹിജ്റയുടെ അർത്ഥതലങ്ങൾ കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതായിരിക്കണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ ഹിജ്രി വർഷവും എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ നിശ്ചയിച്ചു തന്ന കാലഗണനയെ അതിൻ്റേതായ അർത്ഥത്തിലും ആശയത്തിലും ഉൾക്കൊള്ളുവാനും, ആ കാലഗണനയിൽ അതിലെ ഏറ്റവും സുപ്രധാനമായ ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പവിത്രമായ മാസമെന്ന് പടച്ചവൻ തന്നെ ചേർത്ത് വച്ചിട്ടുള്ള ആ മാസത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായ ചരിത്ര സംവിധാന മുഹൂർത്തങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശ്രമം നാം നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുന്ദരമായിട്ടുള്ള, നിർഭയത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതുവർഷം നമുക്കേവർക്കും ലഭ്യമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ വിമോചനവും അതേപോലെ തന്നെ നിർഭയത്വവും ഏറ്റവും സുന്ദരമായ നിലയിൽ കളിയാടുന്ന ഒരു സാഹചര്യം പടച്ചവൻ നമുക്ക് തുറന്നു തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.